ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ടു വീക്കെൻഡ് റിവ്യൂസ്. ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത് യോർഗോസ് ലാത്തിമോസ് ഡയറക്ട് ചെയ്ത കൈൻഡ്സ് ഓഫ് കൈൻഡ്നസ് ആണ്. കഴിഞ്ഞ വർഷം എമ്മ സ്റ്റോണിന് ഏറ്റവും മികച്ച നടിക്കുള്ള ഓസ്കാർ നേടിക്കൊടുത്ത സിനിമയായിരുന്നു യോർഗോസ് ലാത്തിമോസ് ഡയറക്ട് ചെയ്ത പൂർ തിങ്സ്. ഇത്തവണ എമ്മ സ്റ്റോണിനോടൊപ്പം വില്യം ഡീഫോയും ജെസ്സി പ്ലൂമൻസ് ഉൾപ്പെടെയുള്ളവർ പ്രധാന വേഷത്തിൽ വരുന്നുണ്ട്. കൈൻഡ്സ് ഓഫ് കൈൻഡ്നസ് എന്നത് ഒരൊറ്റ സിനിമയല്ല, മറിച്ച് 3 കഥകളുള്ള ഒരു ആന്തോളജിയാണ്. പൂർ തിങ്സ് ഒരൊറ്റ നറേറ്റീവ് സ്റ്റൈലിൽ പോകുന്ന ഒരു സിനിമയാണ്. മാത്രമല്ല ഈ സെക്ഷൽ ലിബറേഷൻ, ഫെമിനിസം അങ്ങനെയുള്ള ഐഡിയ ഒക്കെ വളരെ ഭംഗിയായി സട്ടിലായി പറഞ്ഞു പോകുന്ന സിനിമയാണ്. പക്ഷേ ഇവിടെ കംപ്ലീറ്റ് ആയി ഒരു അബ്സേർഡിസ്റ്റ് സിനിമയുടെ ട്രാക്കിലാണ് സിനിമ പോകുന്നത്. അബ്സേർഡിസ്റ്റ് സിനിമ എന്ന് ഞാൻ പറയുമ്പോൾ അതിന് മുൻപ് അബ്സേർഡിസ്റ്റ് ഡ്രാമ എന്താണെന്ന് അറിയണം. ഞാനൊക്കെ പണ്ട് കോളേജ് പഠിക്കുമ്പോൾ ഈ പോസ്റ്റ് മോഡേൺ ലിറ്ററേച്ചറിൽ ഈ അബ്സേർഡിസ്റ്റ് നാടകങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ടായിരുന്നു. അതായത് ഒരു പോയിന്റോ പർപ്പസോ ഇല്ലാത്ത ഒരു കൂട്ടം ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ കഥകൾ. കാഷ്വൽ ഓഡിയൻസിനെ കണക്ട് ചെയ്യാൻ കഴിയില്ല അത്തരം കഥകളോടും അല്ലെങ്കിൽ കഥാപശ്ചാത്തലങ്ങളോടും. ഫോർ എക്സാമ്പിൾ, സാമുവൽ ബെക്കറ്റ് എഴുതിയ വെയിറ്റിംഗ് ഫോർ ഗോദോട്ട് എന്നൊരു നാടകമുണ്ട്. 2 കഥാപാത്രങ്ങൾ സ്റ്റേജിൽ വന്നിട്ട് ഗോദോട്ട് എന്ന് പറഞ്ഞ ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. അവർ വെയിറ്റ് ചെയ്യുന്നതിനിടയിൽ എന്തൊക്കെയോ പോയിന്റ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, എന്നിട്ട് തിരിച്ചു പോകും. ഗോദോട്ട് ഒട്ടും വന്നതുമില്ല. ദ പോയിന്റ് ഈസ്, ഈ സിനിമ ഇതുപോലെ ഒരു അബ്സേർഡിസ്റ്റ് ട്രാക്കിൽ പോകുന്ന 3 കഥകളുള്ളൊരു സിനിമയാണ്. 3 വ്യത്യസ്ത കഥകളാണെങ്കിലും ഇതിൽ 3ലും കോമൺ ആയിട്ട് വരുന്നൊരു എലമെന്റ് ഉണ്ട്. അതോറിറ്റിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരാൾ, തന്റെ ഭാര്യയെ കണ്ടെത്താൻ അല്ലെങ്കിൽ അവളിൽ ഒരു അതോറിറ്റി ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരാൾ, അതോറിറ്റിയുടെ അംഗീകാരം കിട്ടാൻ ശ്രമിക്കുന്ന ഒരാൾ. ആദ്യത്തെ സിനിമയുടെ പേര് ദ ഡെത്ത് ഓഫ് RMF എന്നാണ്. ഈ കഥയിൽ RMF എന്നൊരു കഥാപാത്രത്തെ ആദ്യത്തെ സീനിൽ കാണിക്കും, അത്രമാത്രം. ഈ കഥയിൽ റോബർട്ട് ഫ്ലെച്ചർ എന്നൊരാൾ ഒരു വലിയ കോർപ്പറേറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അയാളെ കൺട്രോൾ ചെയ്യുന്നത് അയാളുടെ ബോസും ലവറുമായിട്ടുള്ള റെയ്മണ്ടാണ്. കൺട്രോൾ എന്ന് പറയുമ്പോൾ അത് വർക്കിൽ മാത്രമല്ല, എപ്പോൾ എണീക്കണം എന്നത് മുതൽ അയാളുടെ ഭാര്യയുമായിട്ട് എപ്പോൾ സെക്സ് ചെയ്യണം എന്ന് വരെ തീരുമാനിക്കുന്നത് റെയ്മണ്ടാണ്. ഈ റെയ്മണ്ട് ഫ്ലെച്ചറിനെ ഒരു ടാസ്ക് ഏൽപ്പിക്കുന്നു. RMF എന്നൊരാളെ വണ്ടി ഇടിച്ചു കൊല്ലണം. ആദ്യം അതിന് ഫ്ലെച്ചർ ശ്രമിക്കുന്നുണ്ടെങ്കിലും സക്സസ് ആകുന്നില്ല. രണ്ടാമത് വീണ്ടും ശ്രമിക്കാൻ റെയ്മണ്ട് പറയുന്നുണ്ട്. പക്ഷേ ഫ്ലെച്ചറിന് അത് ചെയ്യാൻ കഴിയുന്നില്ല. അയാൾ എതിർക്കുന്നതോടെ റെയ്മണ്ട് അയാളെ ഒഴിവാക്കുന്നു. പക്ഷേ പിന്നെ എന്ത് ചെയ്യണമെന്ന് അയാൾക്കറിയില്ല. അങ്ങനെ വർഷങ്ങളായി ഈ മെന്റൽ അബ്യൂസ് കാരണം അയാൾ സ്വന്തമായി അഭിപ്രായങ്ങളില്ലാത്ത ഒരാളായി. അയാൾക്ക് അവസാനം റെയ്മണ്ടിന്റെ അംഗീകാരം കിട്ടാതെ ജീവിക്കാൻ കഴിയില്ല എന്ന ലെവലിലേക്ക് എത്തുന്നു. അയാൾ പരിചയപ്പെടുന്ന മറ്റൊരു സ്ത്രീയും ഇതേ ടാസ്ക് റെയ്മണ്ട് ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് ഫ്ലെച്ചർ മനസ്സിലാക്കുന്നു. അവർ RMFനെ കൊല്ലാൻ ഒരു തവണ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് സക്സസ് ആയിരുന്നില്ല. അവസാനം ഫ്ലെച്ചർ തന്നെ ഈ RMFനെ കൊല്ലുന്നു. രണ്ടാമത്തെ സിനിമയുടെ പേര് RMF ഈസ് ഫ്ലൈയിങ് എന്നാണ്. ഈ കഥ ഒരു പോലീസ് ഓഫീസറും അയാളുടെ ഭാര്യയെക്കുറിച്ചുമാണ് പറയുന്നത്. ആ പോലീസ് ഓഫീസറുടെ ഭാര്യ ഒരു മെറീൻ ബയോളജിസ്റ്റാണ്. അവർ റിസർച്ചിന്റെ ഭാഗമായിട്ട് ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ ഒരു ബോട്ട് അപകടത്തിൽ വെച്ച് അവരെ കാണാതാകുന്നു. അതിന്റെ വിഷമത്തിലായിരുന്നു ഡാനിയൽ എന്ന പോലീസുകാരൻ ജീവിച്ചിരുന്നത്. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ അയാളുടെ ഭാര്യയെ ഒരു ഐലൻഡിൽ നിന്ന് കണ്ടെത്തി തിരിച്ച് ഹെലികോപ്റ്ററിൽ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഈ പോലീസുകാരന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. തിരിച്ചു വന്നത് തന്റെ ഭാര്യയല്ല, അത് മറ്റൊരാളാണെന്ന് അയാൾ ഉറച്ചു വിശ്വസിക്കുന്നു. പാരനോയ്ഡ് ആയ പോലെ, വട്ടു വന്നതുപോലെ പല പ്രവൃത്തികളും ചെയ്തു കൂട്ടുന്നു. തിരിച്ചു വന്നത് അവൾ തന്നെയാണെന്നും അവൾ പ്രൂവ് ചെയ്ത് കാണിക്കാൻ ശ്രമിക്കുന്നു. അയാൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ലിസ് അല്ല തിരിച്ചു വന്നതെന്ന് ഡാനിയലും വിശ്വസിക്കുന്നു. മറിച്ച് സ്വന്തമായിട്ട് അഭിപ്രായങ്ങളുള്ള മറ്റൊരു ലിസാണ് തന്റെ മുമ്പിൽ ഇരിക്കുന്നതെന്ന് അയാൾ വിശ്വസിക്കുന്നു. അവൾക്ക് അയാളോടുള്ള ലോയൽറ്റി പ്രൂവ് ചെയ്ത് കാണിക്കാൻ ഡാനിയൽ ആവശ്യപ്പെടുന്നു. അതിനുവേണ്ടി അവളുടെ സ്വന്തം വിരൽ പോലും അവൾ മുറിച്ച് ഡാനിയലിന് കൊടുക്കുന്നുണ്ട്. എന്നിട്ടും വിശ്വാസം ആവാത്തതുകൊണ്ട് അയാൾ പറഞ്ഞതുപോലെ സ്വന്തം ലിവർ വരെ മുറിക്കാൻ അവൾ ശ്രമിക്കുന്നു. അതോടെ അവൾ മരിക്കുന്നു. അവൾ മരിച്ചതോടെ യഥാർത്ഥ ലിസ് തിരിച്ചു വന്നു എന്ന് ഡാനിയൽ വിശ്വസിക്കുന്നു. ഇത്രയും കേട്ടിരിക്കുമ്പോൾ വിചാരിക്കും ഈ RMF എവിടെയാണ് ഉള്ളതെന്ന്. ദാ ഹെലികോപ്റ്ററല്ലേ, അത് ഓടിക്കുന്നത് RMF ആണ്. മൂന്നാമത്തെ കഥയുടെ പേര് RMF ഈറ്റ്സ് എ സാൻഡ്വിച്ച് എന്നാണ്. മൂന്നാമത്തെ കഥയിൽ എമിലി ആൻഡ്രൂസ് എന്ന 2 പേര് ഒരു സീക്രട്ട് റിലീജിയസ് കൾട്ടിലെ മെമ്പേഴ്സാണ്. സോ ഇവർ ആ കൾട്ടിന് വേണ്ടി ഒരു പ്രത്യേക കഴിവുള്ള ഒരാളെ തേടിയിറങ്ങുന്നു. അതായത് മരിച്ചവരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിവുള്ള ഒരാളെ. ഈ കൾട്ടിന്റെ പ്രവർത്തനം അത് പുറത്തുനിന്ന് നോക്കുമ്പോൾ എത്ര ഭീകരമാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് നമുക്ക് വളരെ ഗ്രാഫിക്കായി പച്ചയായി കാണിച്ചു തരുന്നുണ്ട്. ഓമി എന്നൊരാളാണ് ഇവരുടെ റിലീജിയസ് കൾട്ടിന്റെ ലീഡർ. മറ്റൊരാൾ എക്ക. ഇവർ മറ്റ് ഫോളോവേഴ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത് അവരുടെ കൾട്ടിന് പുറത്ത് ആരുമായി സെക്ഷൽ ഇന്റർകോഴ്സിന് ഏർപ്പെട്ടാലും അത് പാപമാണ്, ഞങ്ങളുമായി മാത്രമേ അത് ചെയ്യാവൂ എന്നാണ്. ബേസിക്കലി റിലീജിയസ് കൾട്ടുകൾ സംഭവിക്കുന്ന കാര്യം. ഓമി ഈ എമിലി ഉൾപ്പെടെയുള്ള കൾട്ട് മെമ്പേഴ്സിനെ അതുകൊണ്ട് തന്നെ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ ചെയ്യുന്നുണ്ട്. തന്റെ കുടുംബവുമായി അകന്നു നിന്ന എമിലിയെ പക്ഷെ ഒരു രാത്രി ഹസ്ബൻഡ് തന്നെ ഡ്രഗ് ചെയ്ത് റേപ്പ് ചെയ്യുന്നുണ്ട്. തന്റേതല്ലാത്ത കാരണത്തിനാണെങ്കിൽ പോലും പ്യൂരിറ്റി നഷ്ടപ്പെട്ട എമിലിയെ കൾട്ടിൽ നിന്ന് അവർ പുറത്താക്കുന്നു. എമിലി പക്ഷെ എങ്ങനെയെങ്കിലും ആ കൾട്ടിലേക്ക് തിരിച്ചു കയറണം എന്ന ആഗ്രഹത്തിൽ ആ പ്രത്യേക കഴിവുള്ള സ്ത്രീയെ കണ്ടെത്താൻ ശ്രമിക്കുന്നു. അങ്ങനെ ഈ പവറുള്ള റൂത്ത് എന്നൊരു സ്ത്രീയെ പരിചയപ്പെടുന്നു. അവരെ എമിലി ഡ്രഗ് ചെയ്ത് കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വരുന്ന വഴിക്ക് ഒരു ആക്സിഡന്റിൽ അവർ മരിക്കുന്നു. മൂന്നാമത്തെ കഥയിൽ മാത്രമാണ് ഒറ്റ നോട്ടത്തിൽ ഒരു പോയിന്റ് ഉണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. റിലീജിയൻ എങ്ങനെ ഒരു വ്യക്തിയെ മെന്റലി അബ്യൂസ് ചെയ്യാം എന്ന ഐഡിയ. പൂർ തിങ്സിൽ സംസാരിക്കുന്നത് ലിബറേഷനെ കുറിച്ചാണെങ്കിൽ ഇവിടെ അബ്യൂസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. 3 കഥയിലെയും പ്രൊട്ടാഗണിസ്റ്റിൽ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊന്നിൽ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ട ആൾക്കാരാണ്. 3 കഥകളും സെയിം ആക്ടേഴ്സ് തന്നെ മാറി മാറി അഭിനയിക്കുന്നുമുണ്ട്, ഒരു റൊട്ടേഷൻ പോലെ.
ഒറ്റ നോട്ടത്തിലൊരു പോയിന്റോ പർപ്പസോ ഇല്ലാത്ത ഒരു കൂട്ടം ക്യാരക്ടേഴ്സും കഥകളുമായിട്ട് ഈ ഫിലിം നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഒരു ഡീപ്പർ ലെയറിൽ ഒരു സബ് ടെക്സ്റ്റ് പോലെ പല കാര്യങ്ങളും പറഞ്ഞു പോകുന്നുമുണ്ട്. ബൈ ദ വേ, മൂന്നാമത്തെ കഥയുടെ പേര് RMF ഫീഡ് സാൻഡ്വിച്ച് എന്നാണല്ലോ. ഇതിന്റെ എൻ ക്രെഡിറ്റ്സിൽ ഈ RMF എന്ന് പറഞ്ഞ മനുഷ്യൻ ഒരു സാൻഡ്വിച്ച് കഴിക്കുന്ന കാണിക്കും, അത്ര തന്നെ. സോ ഇതാണ് എൻ്റെ എക്സ്പ്ലനേഷൻ ഓഫ് കൈൻഡ്സ് ഓഫ് കൈൻഡ്നസ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വീക്കെൻഡ് റിവ്യൂസ്. അടുത്ത തവണ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.